പെട്ടെന്നുള്ള മരണങ്ങൾ നമുക്കിടയിൽ ധാരാളമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുഴഞ്ഞു വീണ് മരിക്കുക, പെട്ടെന്ന് ഹൃദയാഘാതം വന്ന് മരിക്കുക, സൈലന്റ് അറ്റാക്ക്, ഇങ്ങനെ തുടങ്ങി പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നവരുടെ എണ്ണം കൂടി പോകുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിൽ പലപ്പോഴും വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച്, നമ്മൾ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഓരോ മനുഷ്യനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കാനുള്ളത്. ഹെൽത്തി ഡേസിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് ഡോക്ടർ തൻവീർ സാറാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ. വെൽക്കം. താങ്ക് യു. പെട്ടെന്നുള്ള മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു, പല കാരണങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും ഇങ്ങനെ കോമൺ ആയിട്ട് നമുക്കിടയിൽ കാണപ്പെടുന്ന ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ? പെട്ടെന്നുള്ള മരണങ്ങൾക്ക് നമ്മൾക്ക് സഡൻ കാർഡിയാക് ഡെത്ത് എന്നാണ് നമ്മൾ സാധാരണ മെഡിക്കൽ ടേമായിട്ട് അതിന് പറയാം. SCD എന്ന് പറയും. അതിന് സാധാരണ രീതിയിൽ നമ്മൾ പഠിക്കുന്ന കുറച്ച് കോഴ്സസ് ഉണ്ട്, എന്തൊക്കെ കാരണങ്ങളെ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. കൂടുതലും യങ്സ്റ്റേഴ്സിലാണ് ഇത് കൂടുതലും കാണുന്നത്. നമ്മൾ ഈയിടെയായിട്ട് കുറച്ച് കോമൺ ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ പറയുന്നത് ഒന്ന്, നമ്മളുടെ ഹാർട്ടിൻ്റെ തന്നെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന കുറച്ച് അബ്നോർമാലിറ്റീസ്. അതിന് പിന്നെ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, HCM എന്ന് പറയും. അപ്പോൾ ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി ഉണ്ടാകുന്ന സമയത്ത് അത് കൂടുതലായിട്ടും ഇത് കാരണം കാർഡിയാക് അറസ്റ്റിലേക്ക് പോകുന്നതൊക്കെ മിക്കവാറും അത്ലറ്റുകളായിട്ടുള്ള ആളുകളായിരിക്കും. നമ്മൾ മുമ്പ് പല തവണകളായിട്ട് പണ്ട് കണ്ടിട്ടുണ്ടാകും. ഫുട്ബോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, അങ്ങനെ കാർഡിയാക് അറസ്റ്റിലേക്ക് പോകുന്നു. അങ്ങനെ പല രീതിയിലുള്ളതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഓൾറെഡി ഇവരുടെ ഹാർട്ടിന് ഒരു വലിപ്പം കൂടുതലും അതുപോലെ തന്നെ സ്ട്രക്ചറലി കുറച്ച് അബ്നോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി വലിയൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സിംറ്റംസോ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഇതുവരെ ചിലപ്പോൾ ഒരു നെഞ്ഞുവേദനയോ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നും പൊതുവേ ഇത് ഉണ്ടാക്കില്ല. സാധാരണ രീതിയിൽ വളരെയധികം ഈ ജനറ്റിക്കലി കിട്ടുന്ന ഒരു അസുഖം കൂടിയാണ് ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന അസുഖം. അത്ലറ്റ് ആവുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് എക്സർഷൻ ചെയ്യുന്നു, കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നു, നമ്മളുടെ ലിമിറ്റിന് അപ്പുറത്തേക്ക് നമ്മൾ പുഷ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഹാർട്ടിന് കൂടുതലായിട്ട് പമ്പ് ചെയ്യേണ്ട ആവശ്യം വരിക, കൂടുതലായിട്ട് ഫങ്ഷൻ ചെയ്യേണ്ട ആവശ്യം വരിക. അപ്പോൾ ഈ ഒരു സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു അരിത്മിയ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ഒരു സാധാരണമായിട്ട് നമ്മളുടെ ഹാർട്ടിനുള്ള ഒരു താളത്തിൽ നിന്നുള്ള വ്യതിയാനമായിട്ട് ഒരു പ്രത്യേകതരം ഒരു റിതം ഉണ്ടാവുകയും അത് കാരണമായിട്ട് പെട്ടെന്ന് ഹൃദയം നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇത് പറയുന്നത്. ഈ ഒരു ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയാണ് സാധാരണ രീതിയിൽ യങ്സ്റ്റേഴ്സിൽ കാണുന്ന പെട്ടെന്നുള്ളൊരു കാർഡിയാക് അറസ്റ്റിന് യൂഷ്വലി നമുക്ക് കിട്ടുന്ന ഒരു കോഴ്സ്. എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ, ഇവർ ചിലപ്പോൾ മരിച്ചതിന് ശേഷം പെട്ടെന്നുള്ളൊരു മരണം ആയതുകൊണ്ട് തന്നെ അൺനാച്ചുറൽ ഡെത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവരുടെ പോസ്റ്റ്മോർട്ടത്തിന് വെക്കും. ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഫോറൻസിക്കാർക്കാണ് ഹാർട്ടിൻ്റെ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ഒരു തിക്നെസ്സിനേക്കാളും കൂടുതൽ തിക്നെസ് ഇവർക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ കുറേ ആളുകളിൽ ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ഫിറ്റ്നസ്സൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണമെന്ന് പെട്ടെന്ന് ഒരു ബോധം വരികയും അത് കാരണം പെട്ടെന്ന് തന്നെ ഫിറ്റ്നസ്സിലേക്കൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് പോവുകയും ഓവർ എക്സർസൈസ് ചെയ്യുകയും, അപ്പോൾ ഇതിന് ഫിറ്റ്നസ്സിൻ്റെ ഈ ഒരു എക്സസൈസൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചില വേദനകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിലും അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ സാധാരണ രീതിയിൽ നമ്മൾ പറയാറെന്ന് വെച്ചാൽ, നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമുക്ക് നെഞ്ഞുവേദനയോ അല്ലെങ്കിൽ തലകറക്കോ അല്ലെങ്കിൽ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെയോ അങ്ങനെ കണ്ണിൽ ഇരുട്ട് കയറി വീഴുകയോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ECG അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു എക്കോ സ്കാനും കാര്യങ്ങളൊക്കെ അതൊക്കെ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നമ്മുടെ ഹാർട്ട് എത്രത്തോളം എക്സസൈസ് ടോളറേറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം ബാക്കി ഫർദർ ഫിറ്റ്നസ്സിലേക്കും ബാക്കിയുള്ളതിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. തീരെ ഫിറ്റ്നസ്സിലേക്ക് പോകണ്ടെന്നല്ല, ഓവർ എക്സർഷൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത് പിന്നെ ഇത് കാരണം അതുപോലെ വേറെ ഒരു പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റിന് ഉണ്ടാകുന്ന ഒരു കാരണം എന്നാണ് മയോകാർഡൈറ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ പെരികാർഡൈറ്റിസ് ഒക്കെ. ഈ മയോകാർഡൈറ്റിസ് എന്ന് പറയുന്ന സമയത്ത് പക്ഷെ അത് കാരണം ഒരു കാർഡിയാക് അറസ്റ്റ് വരുന്നതിൻ്റെ കോസസ് ഒക്കെ പൊതുവെ കുറവാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏതൊരു ഇൻഫെക്ഷൻ വരികയാണെങ്കിലും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മയോകാർഡൈറ്റിസ് ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ചും വൈറൽ ഇൻഫെക്ഷൻസ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോവിഡ് ഇൻഫെക്ഷനാണ് ഇപ്പോൾ വളരെയധികം കൂടുതലായിട്ട് ഹാർട്ട് ഡിസീസസ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടിയിട്ടുണ്ട്. കോവിഡ് ഇൻഫെക്ഷൻ വന്ന ഒരാൾക്ക് ഈ ഇൻഫെക്ഷൻ കാരണം തന്നെ ഹാർട്ടിൻ്റെ മസിൽസുകൾക്കൊക്കെ ഒരു ചെറിയൊരു ഇൻഫ്ലമേഷൻ, അതിന് ഒരു നീർക്കെട്ട് പോലെ വരികയും അതിനെ നമ്മൾ മയോകാർഡൈറ്റിസ് എന്ന് വിളിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇയാൾക്ക് എന്ത് സംഭവിക്കും, ഇയാൾക്ക് പിന്നീട് ഒരു കാർഡിയാക് അറസ്റ്റ് വരാനുള്ള സാധ്യത കൂടും. അതുപോലെ തന്നെ കോവിഡ് കാരണം തന്നെ ഈ രക്തക്കൊഴലുകൾക്കൊക്കെ ചെറിയൊരു രീതിയിലുള്ള ചുരുക്കവും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അത് കാരണവും എന്ത് ചെയ്യും, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് ഈ കാർഡിയാക് അറസ്റ്റും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കും ചെറിയ പ്രായത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതലായിട്ട് കൂടി വരുന്ന ഈ കൂടുതൽ ചെറിയ പ്രായത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നു, വലിയ അറ്റാക്കുകളൊക്കെ തന്നെ ചെറിയ പ്രായത്തിൽ വരുന്നു എന്നുള്ളതൊക്കെ കൂടുതലും നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് കോവിഡ് കാരണം എന്നുള്ള രീതിയിൽ. കാരണം നമ്മുടെ ഒരു പോപ്പുലേഷനിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം പോപ്പുലേഷൻ്റെ ഒരു 25% ആളുകൾക്കും കോവിഡ് വന്നു പോയിട്ടുണ്ടായിരിക്കാം. ചില ആളുകൾക്ക് അതിൻ്റെ സിംറ്റംസ് അങ്ങനെ പുറത്തേക്ക് വല്ലാതെ വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആളുകൾക്കൊക്കെ മിക്കവാറും ആ ഒരു കോവിഡ് റിലേറ്റഡ് ഡിസീസസും കാരണമൊക്കെ നമ്മളുടെ വെസൽസിലും നമ്മളുടെ ചെറിയ കുഴലുകളിലൊക്കെ വന്ന മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം ഇത് എന്നുള്ള രീതിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
റൈറ്റ്. നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇതിനോട് ബന്ധമുണ്ട്? കാരണം നമ്മൾ നേരത്തെ സംശയം പ്രകടിപ്പിച്ചതുപോലെ തന്നെ ചെറിയ പ്രായത്തിലുള്ളവർ ഈടായിട്ട് കൂടുതൽ ഇതുപോലെ മരണപ്പെടുന്ന വാർത്തകൾ നമ്മൾ കൂടുതൽ കേൾക്കുന്നുണ്ടെന്നൊരു സംശയം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്തെങ്കിലും മാറിയത് കൊണ്ടാവോ? തീർച്ചയായും ലൈഫ് സ്റ്റൈലിന് ഇതിനൊരു വലിയ റോളുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനനുസരിച്ചും പിന്നെ നമ്മൾ ഏത് സമയത്ത് ഉറങ്ങുന്നു എന്നുള്ളതിനനുസരിച്ചൊക്കെ പല ഹോർമോണൽ വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിനനുസരിച്ചൊക്കെ ഇതിനൊക്കെ നമ്മുടെ ഹാർട്ടിൻ്റെ മുകളിൽ ഒരു റോളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മളുടെ യൂഷ്വൽ ഉണ്ടാകുന്ന ഒരു യങ്സ്റ്റേഴ്സിന് ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങൾ. ഒന്ന്, സ്ലീപ്ലെസ് ആയിരിക്കും, ഉറക്കം കുറവായിരിക്കും. മിക്കവാറും രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് ഒരു 12 മണിക്കാണെങ്കിലും രാത്രി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് റീൽസൊക്കെ കണ്ട് കുറേ കഴിഞ്ഞ് ഉറങ്ങുമ്പോഴേക്കും ഒരു 2 മണി, പിന്നെ രാവിലെ സാധാരണ പോലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് 6 മണിക്ക് എണീറ്റ് പോകുന്നു. ഈ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. സ്റ്റുഡൻസ് ആണെങ്കിലും അവരുടെ ജോലിയും അവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഉൾപ്പെട്ട് മിക്കവാറും ഉറങ്ങുന്ന ഒരു സമയം, ഒരു സൗണ്ട് സ്ലീപ്പ്, നല്ല ഒരു ഗുഡ് സ്ലീപ്പ് മിക്കവാറും ആർക്കും കിട്ടുന്നില്ല. ഈ സ്ലീപ്പ് കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കാറ്റക്കോളമൈൻസിൻ്റെ അളവ് കൂടും. എന്ന് വെച്ചാൽ അഡ്രിനാലിൻ, നോർഡ്രിനാലിൻ ഇങ്ങനത്തെ കാറ്റക്കോളമൈൻസിൻ്റെ അളവ് കൂടും. അതുപോലെ തന്നെ കോർട്ടിസോളിൻ്റെ ലെവലും കൂടും. ഇതൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറേ അധികം അസുഖങ്ങൾ വരാനുള്ള സാധ്യത. ഒന്ന്, കാറ്റക്കോളമൈൻസിൻ്റെ അളവ് കൂടുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കൂടും, അരിത്മിയാസിനുള്ള റിസ്ക് കൂടുതലാണ്. ഇനി ഈ കാറ്റക്കോളമൈൻസ് കൂടുമ്പോഴും അതുപോലെ തന്നെ ഈ കോർട്ടിസോളിൻ്റെ അളവൊക്കെ കൂടുന്ന സമയത്ത് നമുക്ക് ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ, നമുക്ക് കൊളസ്ട്രോൾ ഡെവലപ്പ് ചെയ്യാൻ, നമുക്ക് ഫാറ്റി ലിവർ ഡെവലപ്പ് ചെയ്യാൻ ഇതിനൊക്കെയുള്ള സാധ്യതകൾ കൂടും. ഇനി രണ്ടാമത്തത് ഫുഡ് ഹാബിറ്റ്സ്. നമ്മളെല്ലാം സ്ക്രോൾ ചെയ്യുന്നതും നോക്കുന്നതും എല്ലാം ഇൻസ്റ്റഗ്രാമാണ്. ഇൻസ്റ്റഗ്രാം തുറന്നാൽ, പ്രത്യേകിച്ച് കോഴിക്കോടാണെങ്കിൽ, നമുക്ക് ഫുഡിൻ്റെ ഫുള്ള് വെറൈറ്റീസ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓരോ ആഴ്ചയിൽ എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ കോഴിക്കോട് പുതിയ ഹോട്ടലുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പുതിയ ഫുഡുകൾ വന്നു, പുതിയ ഐറ്റംസ് വന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകും. നമുക്കൊരു നല്ല ഹെൽത്തി ഹാബിറ്റ് ഓഫ് ഫുഡ് ഇല്ല, തോന്നിയതെല്ലാം എടുത്ത് കഴിക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്നതിൽ കുറേ ജങ്ക് ഫുഡ്സാണ്. അതിൽ തന്നെ കൂടുതലും ഫാറ്റ് കണ്ടൻറ്റ്, കൂടുതൽ ഷുഗർ കണ്ടൻറ്റ്. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന കുറേ സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ മധുരം അങ്ങോട്ട് പല രീതിയിൽ മധുരം ഉപയോഗിച്ചിട്ട് അതിൻ്റെ പല ടേസ്റ്റുകളും, പല ടൈപ്പ് ഓഫ് കുനാഫ, ചോക്ലേറ്റ്, ഇത് ദുബായ് കുനാഫ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഐറ്റംസ്. ഇതൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന കുറേ റീൽസൊക്കെ നമ്മൾ കാണും. ഈ റീൽസ് കാണുമ്പോൾ നമുക്ക് അപ്പം തന്നെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നും. അങ്ങനെ നമ്മളത് പോയിട്ട് കഴിക്കും. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുന്നതും അതുപോലെ തന്നെ കാർബിൻ്റെ കണ്ടൻറ്റ് കൂടുന്നതും ഇതൊക്കെ നമുക്ക് ഡയബറ്റീസ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ ഒക്കെയുള്ള സാധ്യതകളും ഇതൊക്കെ കൂടും. പിന്നെ നമ്മളുടെ നാട്ടിലുള്ള, നമ്മളുടെ പൊതുവെ സൗത്ത് ഏഷ്യൻ ആളുകൾക്ക് ഉള്ള ഒരു ജനറ്റിക് ആയിട്ടും തന്നെ നമ്മൾക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോളും അതുപോലെ തന്നെ ഫാറ്റി ലിവർ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കുറച്ചും കൂടെ കൂടുതലാണ്. നമ്മളുടെ ആളുകളെ യൂഷ്വലി പറയുന്നൊരു ടേം എന്ന് പറഞ്ഞാൽ ടോഫി എന്നാണ് ടേം പറയാം. എന്ന് വെച്ചാൽ തിൻ ഔട്ട്സൈഡ്, പുറത്തേക്ക് കാണുമ്പോൾ നമ്മൾ വളരെയധികം തിന്നായിരിക്കും, പക്ഷേ ഫാറ്റ് ഇൻസൈഡ്, നമ്മുടെ ഉള്ളിൽ കുറേ ഫാറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഏതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു യങ്സ്റ്റേഴ്സിനെ എടുത്താലും വളരെയധികം മെലിഞ്ഞ ഒരാളായിരിക്കും, പക്ഷേ വയറ് കുറച്ച് ചാടിയിട്ടായിരിക്കും. നമ്മളുടെ ബോഡിയിലുള്ള ഫാറ്റൊക്കെ ഈ വിസറൽ ഫാറ്റിലാണ് എന്ത് ചെയ്യുക, ഈ വയറിൻ്റെ അവിടെയാണ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വയറിൻ്റെ അവിടെ അക്യുമുലേറ്റ് ചെയ്ത ഫാറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി വളരെയധികം കേടുള്ള ഫാറ്റാണ്. ഇത് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ കുറേ അസുഖങ്ങൾക്ക് നമുക്ക് പ്രീഡിസ്പോസ് ചെയ്യും. ഈ പറയുന്ന എല്ലാ അസുഖങ്ങളും, ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ഫാറ്റ് ലിവർ ആണെങ്കിലും ഇതിനെല്ലാത്തിനും നമ്മളൊരു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും, ഒബീസിറ്റി ആണെങ്കിലൊക്കെ. ഇതെല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹാർട്ട് റിലേറ്റഡ് അസുഖങ്ങൾക്കാണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളുടെ രക്തക്കൊയിലുകളിലെ ചെറിയ ചുരുക്കങ്ങളും അതുപോലെ തന്നെ ഹാർട്ടിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് കാരണം ഇവർക്ക് പെട്ടെന്ന് സംഭവിക്കാം ഹാർട്ട് റിലേറ്റഡ് ഡിസീസസും അതുപോലെ തന്നെ കാർഡിയക് അറസ്റ്റൊക്കെ വരാനുള്ള റിസ്ക് കൂടുതലാണ്. ഈ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഓവർ എക്സസൈസിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ ഒരു ഈക്വിലിബ്രിയം പോയിന്റ് എങ്ങനെ കണ്ടെത്തും എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. നമുക്ക് മിനിമൽ എമൗണ്ട് ഓഫ് എക്സസൈസ് നമുക്ക് എന്തായാലും വേണം. നമുക്ക് ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്തും നമ്മളുടെ ബോഡിയിലുള്ള ഫാറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. സാധാരണ രീതിയിൽ നമുക്ക് പറയുന്ന മിനിമം എമൗണ്ട് ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് ആഴ്ചയിൽ 5 ദിവസം, ഓരോ ദിവസവും അരമണിക്കൂർ എയറോബിക് എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി മൊത്തം ഇളകുന്ന രീതിയിൽ കാർഡിയോ എക്സസൈസുകളാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഏതൊരാൾക്കും ഈ പറയുന്ന പോലെ എക്സസൈസ് ചെയ്യാം. ഈ എക്സസൈസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നെഞ്ഞുവേദന അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മിടിപ്പ് കൂടിയിട്ട് എന്തോ ഒരു കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ മിടിപ്പ് നിൽക്കാതെ അടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബോധം കെട്ട് വീണിട്ടുണ്ട്, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള കിതപ്പ്, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കിതപ്പ് ഉണ്ടാകുന്നുണ്ട്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കണം, ഒരു ECG എടുത്ത് നോക്കണം, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഡോക്ടർ നോക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ എക്സസൈസ് ചെയ്യരുതെന്നല്ല, എക്സസൈസ് എല്ലാവരും ചെയ്യണം, പക്ഷേ ഓരോരുത്തർക്കും ഓരോ ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് പമ്പിംഗ് ഒക്കെ കുറവുള്ള ഒരാൾ, ഒരു ഉദാഹരണം പറയാം, ഒരു സാധാരണ രീതിയിൽ നമ്മൾക്ക് ഹാർട്ടിൻ്റെ പമ്പിങ് ഒരു 70% to 80% പമ്പിങ് ഉണ്ടാവും എന്ന് പറയും.
അതൊക്കെ കുറവുള്ള ഒരു 25% പമ്പിങ്ങൾ ഒരാളോട് പോയിട്ട് നിങ്ങളുടെ ഹാർട്ടിൻ്റെ അസുഖം ശരിയാണ് നിങ്ങൾ പോയി എക്സസൈസ് ചെയ്യുമെന്ന് പറയുന്നത് ശരിയല്ല. കാരണം അയാൾ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി അയാളുടെ ഹാർട്ട് മുഴുവനായിട്ട് പെട്ടെന്ന് കൂടുതൽ ജോലി എടുക്കേണ്ടി വരികയും അങ്ങനെ പെട്ടെന്ന് തന്നെ ഹാർട്ട് നിൽക്കാനും അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ക്യൂറേറ്റഡ് ആണ്, പക്ഷേ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്ത, പ്രത്യേകിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സ് പോലത്തെ ആളുകൾക്ക് എക്സസൈസ് തുടങ്ങുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ തുടങ്ങാം. തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ അതിനെ എപ്പോൾ തന്നെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി പിന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ ഇങ്ങനെ മരണപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വരുന്നുണ്ട്. അത്രയ്ക്കും വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായും നമുക്ക് ചുറ്റും ആർക്കും എപ്പോഴും എന്തും സംഭവിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കരുതൽ എടുക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ എന്തൊക്കെ കരുതിയിരിക്കണം, നമുക്ക് എന്തൊക്കെ ട്രെയിനിങ് കിട്ടിയിരിക്കണം എന്നുള്ളത് കൂടി ഒന്ന് വ്യക്തമാക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊരു ഓണത്തിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ട ഒരു വീഡിയോ നമ്മൾ കുറേ വൈറലായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവമാണ്, അതായത് ആർക്ക് വേണമെങ്കിലും എന്തും സംഭവിക്കും. നമ്മുടെ നിയമസഭാ മന്ദിരത്തിൽ ലൈബ്രറിയൻ മരണപ്പെട്ടു. അതെ, അപ്പം അതുപോലെ ഇടയ്ക്ക് നമ്മുടെ ഒരു സഹപ്രവർത്തകരുടെ കൂടെ വർക്ക് ചെയ്ത ക്യാമറാമാൻമാർ ഇങ്ങനെയുള്ളവരൊക്കെ എല്ലാവരും പറയുന്നത് ഇതാണ്, വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എന്തോ സംഭവിക്കുന്നു, കുഴഞ്ഞു വീണ്ടും മരണപ്പെടുന്നു. അതെ, ഇത് വളരെയധികം കോമൺ ആണ്. അതായത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇത് പെട്ടെന്ന് കോമൺ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിലും തന്നെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതിന് നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് BLS എന്നാണ് പറയുക. ബേസിക് ലൈഫ് സപ്പോർട്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതും ഡോക്ടർമാർ മാത്രമല്ല, എല്ലാ കോമൺ ആയിട്ടുള്ള ആളുകളും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എങ്ങനെ ഒരാൾക്ക് കാർഡിയാക് അറസ്റ്റ് വരിക എന്നാണ് നമ്മൾ പറയുക. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റാക്കും കാർഡിയാക് അറസ്റ്റും രണ്ടും ഡിഫറൻ്റ് ആണ്. അതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയം വർക്ക് ചെയ്യണമെങ്കിൽ ഹൃദയത്തിലേക്ക് തന്നെ രക്തയോട്ടം വരണം. ആ രക്തയോട്ടം വരുന്നത് ചെറിയ രക്തക്കുഴലുകളിലൂടെയാണ്. ഈ രക്തക്കുഴലുകളിൽ എവിടെയെങ്കിലും ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാവുന്ന സമയത്ത് ഹൃദയത്തിലേക്ക് രക്തം ആവശ്യത്തിനനുസരിച്ച് എത്തില്ല. അപ്പോൾ ഹൃദയത്തിന് പമ്പിങ് കുറയും, അപ്പോൾ നെഞ്ചിന് വേദന വരും. ഈ വേദന വരുന്നതിനാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതിന് ചിലപ്പോൾ വളരെയധികം രക്തയോട്ടം കുറയുകയാണെങ്കിൽ ആ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം തീരെ ഫംഗ്ഷൻ ചെയ്യില്ല, അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പമ്പിങ് തീരെ കുറവുള്ളതുകൊണ്ട് ചിലപ്പോൾ ചില ആൾക്ക് ശ്വാസം മുട്ടലായിട്ടും പല രീതിയിലും ബുദ്ധിമുട്ട് വരാം. ഇതൊക്കെ ഹാർട്ട് അറ്റാക്ക്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഹാർട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷവും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ അടിക്കലങ്ങ് നിന്നു, പിന്നെ വർക്ക് ചെയ്യാതെയായി. ഇതിനെയാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. കാർഡിയാക് അറസ്റ്റ് ആയ ഒരാൾ ആക്ച്വലി ഒരു ഡെഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം അയാളുടെ ഹാർട്ട് നിന്നു. ഈ നിന്ന ഹാർട്ടിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു പ്രക്രിയയുണ്ട്. ഇതിനെയാണ് നമ്മൾ CPR എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, കോളേജിൽ ഞാൻ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു 60 വയസ്സായ ഒരു അച്ഛൻ, അവർക്ക് ഷുഗർ പ്രഷറൊക്കെ ഉണ്ട്, മുമ്പ് ഹാർട്ടിന് അസുഖം വന്നിട്ടുണ്ട്. രാത്രി 4 മണിക്ക് കിടന്നുറങ്ങുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു നെഞ്ഞുവേദനയും ശ്വാസം മുട്ടലൊക്കെ വന്നു. നമ്മുടെ കോളേജിലേക്ക് കൊണ്ടുവന്നു. കോളേജിലേക്ക് എത്തുന്നതിൻ്റെ ജസ്റ്റ് ഒരു 4 മിനിറ്റ് മുമ്പ് ഇയാൾ മുഴുവൻ ഒരു അനക്കവും ഇല്ലാത്ത രീതിയിലേക്ക് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു 4 മിനിറ്റ് മുമ്പ് വരെ ചെറിയൊരു അനക്കം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പം തന്നെ CPR സ്റ്റാർട്ട് ചെയ്തു. 5 മിനിറ്റ് CPR കൊടുത്തതിന് ശേഷം ഇയാളുടെ മിടിപ്പ് തിരിച്ചു വന്നു. നമ്മൾ ഇയാൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഒരു 12 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ ബോധം തിരിച്ചു വന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ ഇയാൾ നടന്നിട്ടാണ് വീട്ടിലേക്ക് പോയത്. സോ 5 മിനിറ്റ്സ് ബാക്ക് നമ്മളുടെ കോളേജിലേക്ക് വരുന്ന മുമ്പ് 5 മിനിറ്റ് മുമ്പ് ഇയാളുടെ ഹൃദയം നിന്നിരുന്നു, ഇയാൾ മരണപ്പെട്ടൊരവസ്ഥയിലായിരുന്നു. വി ഹാവ് ഗോട്ട് ഹിം ആഫ്റ്റർ 5 മിനിറ്റ്സ്. പക്ഷെ അപ്പോഴും നമ്മൾ CPR തുടങ്ങി. ആ ഒരു ഭാഗത്തിന് അയാൾക്ക് ഫുള്ളായിട്ട് തിരിച്ചു കിട്ടി. സോ CPR ഹാസ് ദിസ് ഇത്രയും കഴിവുള്ള ഒരു സാധനമാണ്. നമുക്ക് ഒരാളുടെ ഹൃദയത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ, അയാൾക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ വരെ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയ. ദിസ് ഈസ് വെരി സിമ്പിൾ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിന്നു. ആ മിടിപ്പ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഒരു ഓർഗനിലേക്കും എന്ത് ചെയ്യുന്നില്ല, ബ്ലഡ് പമ്പ് ചെയ്തെത്തുന്നില്ല. അപ്പോൾ നമ്മുടെ തലച്ചോറിലേക്കാണ് ഏറ്റവും നിർബന്ധമായിട്ട് ബ്ലഡ് എത്തേണ്ട ആവശ്യം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രെയിനിലേക്ക് നമ്മൾ ഒരു 5 മിനിറ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾക്ക് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിലെ പല ബ്ലഡ് സെൽസും പല സെല്ലുകളും ശോഷിച്ചു പോകും. അപ്പോൾ പിന്നീട് ചിലപ്പോൾ അഥവാ നമുക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഫുള്ളി വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു. ആ കുഴഞ്ഞു വീണ സമയത്ത് നമുക്ക് ആദ്യം അറിയേണ്ടത് അയാൾക്ക് പൾസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാൻ അറിയണം. നമ്മൾ സാധാരണ കഴുത്തിൻ്റെ എവിടെയാണ് വെച്ചിട്ട് നോക്കുക. ഏതൊരാൾക്കും വേണമെങ്കിൽ ഒരു ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ ക്ലാസ്സുകൾക്കൊക്കെ അറ്റൻഡ് ചെയ്താൽ എങ്ങനെയാണ് പൾസ് നോക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കാം. ആ പൾസ് നോക്കി നമുക്ക് പൾസ് കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ CPR തുടങ്ങും. നമ്മൾ സാധാരണ ഇത് വലത്തെ കൈ താഴെയും പിന്നെ അതിൻ്റെ മേലെ ഇടത്തെ കൈയും കൂടെ വെച്ചിട്ട് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമ്മുടെ നെഞ്ചിൻ്റെ നടുവിൽ ഈ ഒരു പൊസിഷനിൽ നമ്മൾ വെച്ചിട്ട് കംപ്രഷൻസ് കൊടുക്കുക എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു മിനിറ്റിൽ സാധാരണ ഇതിലൊരു 100 കംപ്രഷൻസ് വരെ കൊടുക്കുന്ന രീതിയിൽ ഒരു 2 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ നമ്മൾ നെഞ്ചിൻ്റെ കൂട് കുറച്ചൊന്നും താഴണം. അത്രയും ഡെപ്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഹൃദയം പമ്പ് ചെയ്യുന്നില്ല. നമ്മൾ ഈ
പ്രഷർ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ നേരെ താഴെയാണ്, നെഞ്ചിൻ്റെ കൂടിൻ്റെ നേരെ താഴെയാണ് ഹൃദയമുള്ളത്. അപ്പോൾ ഹൃദയത്തിന് പമ്പിങ് ഒരു ആക്ഷൻ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ബ്ലഡ് സപ്ലൈ എന്ത് ചെയ്യും, തലച്ചോറിലേക്കൊക്കെ അങ്ങനെ ചെറിയ രീതിയിൽ പോകും. അപ്പോൾ തലച്ചോറിലെ കോശങ്ങൾ പെട്ടെന്ന് മരിക്കാതെ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറച്ച് കൊടുത്തിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മീൻ വൈൽ ഈ ഹാർട്ട് ഒരു മയോജനിക് സാധനമാണ്. ഹാർട്ട് നിന്ന ഹാർട്ടിനെ നമ്മൾ ചെറിയൊരു പുറത്തുനിന്നൊരു പ്രഷറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും, ഇതിന് പഴയ ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ഹൃദയം തിരിച്ച് അതിൻ്റെ ഫംഗ്ഷനിലേക്ക് തന്നെ തിരിച്ചു വരികയും സാധാരണ രീതിയിൽ പമ്പ് ചെയ്ത് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആളെ തിരിച്ചു കിട്ടാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മളുടെ കൂടെയുള്ള ഒരാൾ ബോധം കിട്ടി വീഴുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പാനിക് ആവുകയല്ലേ ചെയ്യാൻ. നമ്മൾ പാനിക് ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ആ ഒരു സമയത്ത് നമ്മൾ ഉള്ള ഒരു ധൈര്യം ആർജിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അയാളുടെ അടുത്ത് പോവുകയും നമ്മൾക്ക് പൾസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. പൾസ് കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ CPR സ്റ്റാർട്ട് ചെയ്യുക. CPR സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അവിടുന്ന് ആളെ തിരിച്ചു കൊണ്ടുവരാനല്ല നോക്കേണ്ടത്. നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുക, മീൻ വൈൽ വേറൊരാളോട് ആംബുലൻസ് വിളിക്കാൻ പറയാം. നമ്മൾ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കോളേജിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കോ എവിടേക്കൊന്ന് പോവുക. ആ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഈ CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും ഇൻ കേസ് അയാൾക്ക് നമ്മൾക്ക് ഇപ്പോൾ തിരിച്ച് അയാൾ കിട്ടിയില്ലെങ്കിൽ പോലും ഒരു 10 മിനിറ്റിലുണ്ടെന്ന് അയാൾ കിട്ടിയില്ലെങ്കിലും കോളേജിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം കാഷ്വാലിറ്റി നല്ല രീതിയിൽ മാനേജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അയാൾ തിരിച്ചു കിട്ടും. അപ്പോൾ ഈ ഒരു 10 മിനിറ്റിൻ്റെ ട്രാൻസിറ്റ് ടൈമിലും ചെറിയ രീതിയിൽ തലച്ചോറിലേക്ക് എന്തുണ്ട്, ബ്ലഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളെ പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തിരിച്ചു കിട്ടുകയാണെങ്കിൽ പോലും നമ്മൾക്ക് അയാളുടെ ബുദ്ധിക്ക് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ആളെ തിരിച്ചു കിട്ടാൻ പറ്റും. അപ്പോൾ ഈ CPR എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് മാക്സിമം എല്ലാവരും പഠിക്കാനും ശ്രമിക്കണം. നമുക്ക് യൂട്യൂബിൽ നോക്കിയാലൊക്കെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് CPR നോക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. അത് വെച്ച് നോക്കിയിട്ടോ അങ്ങനെയെങ്കിലും പഠിക്കാം. നമുക്കറിയാം, ലോകം ഇപ്പോൾ വളരെ വേഗതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ജോലി തിരക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരും കോമണായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. അവരുടെ മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങളുണ്ട്, ഫാമിലി പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ ഹൈപ്പർ ടെൻഷൻ അടക്കമുള്ളത് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ നമ്മളുടെ മൈൻഡ് സ്ട്രെസ്ഫുൾ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കോർട്ടിസോളിൻ്റെ അളവ്, കുറേ ഹോർമോൺസിൻ്റെ അളവിലൊക്കെ വ്യതിയാനം വരിക, അത് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനൊക്കെ നമ്മുടെ ഹാർട്ടിൻ്റെ മേലെ പിന്നെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഉറക്കം, അതുപോലെ തന്നെ നമ്മളുടെ സ്ലീപ്പ്, നമ്മളുടെ മൈൻഡ്ഫുൾനെസ്, നമുക്ക് സമാധാനം, ഇതിനൊക്കെ ഹാർട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ പല രീതിയിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. ജോലി സ്ട്രെസ്സ്, കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളുകളായിരിക്കും. നമുക്ക് ഒരു വിധത്തിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾക്ക് സെൽഫായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അറിയുന്ന ഒരാളോടെങ്കിലും നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യുക. കുറേ കാര്യങ്ങൾ നമ്മൾ ഒരാളോട് നമുക്ക് തന്നെ അറിയുന്നുണ്ടാവും. നമ്മൾക്ക് ഭയങ്കരമായിട്ട് വിഷമത്തിലോ ബുദ്ധിമുട്ടിലോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ആരോടെങ്കിലും ഒരാളോട് കുറേ അത് ഷെയർ ചെയ്യുമ്പോൾ വലിയൊരു ഭാരം ഇറക്കി വെച്ച ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഒന്നും ആരോടും പറയാതെ ഇങ്ങനെ ഞാൻ മതി, എനിക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും, എനിക്കത് ആരോടും തുറന്നു പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രത്യേകിച്ച് ആണുങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും കാണുക. കാരണം ഇതൊക്കെ തുറന്നു പറഞ്ഞ് എനിക്ക് സങ്കടം വന്നാൽ അല്ലെങ്കിൽ ഞാനൊന്ന് കരഞ്ഞാൽ ഞാനൊരു ആണല്ലാതായി പോകും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളുടെ ഒരു പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നമ്മുടെ ഭാര്യമാരോടോ അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടോ ആരോടാണോ നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്നത് അവരോട് ഓപ്പൺ അപ്പ് ചെയ്തിട്ട് സംസാരിക്കാം. ഇനി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരാളോട് ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിച്ചതുകൊണ്ടോ ശരിയാവില്ല. ചില കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് മരുന്നുകൾ വേണ്ടി വരും. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ അസുഖത്തിന് മരുന്ന് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിനും ചിലപ്പോൾ അസുഖങ്ങൾക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും. അതിനെ മാനസിക രോഗമെന്നോ അല്ലെങ്കിൽ ഭ്രാന്ത് എന്നോ ഒക്കെ പറഞ്ഞ് ബ്രാൻഡ് ചെയ്ത് അതിനെ ഒരു സ്റ്റിഗ്മ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം നമ്മളുടെ ശരീരത്തിന് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ അസുഖം മാറുന്ന പോലെ മനസ്സിൻ്റെ ഉള്ള ചെറിയൊരു വ്യതിയാനങ്ങൾക്കും ചെറിയ ബുദ്ധിമുട്ടുകൾക്കും സ്ട്രെസ്സിനും ഒക്കെ ചെറിയ രീതിയിലൊരു മരുന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ നമ്മുടെ മനസ്സിൻ്റെ അസുഖം ബാധിക്കുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ബേസിക്കലി നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം ആരോഗ്യപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഒരു സ്ട്രെസ്സും ഒരു പ്രോബ്ലവും നമ്മളെ പെർസിസ്റ്റൻ്റ്ലി പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മരുന്ന് കുടിച്ചാൽ ഇത് മാറുമെങ്കിൽ അത് കുടിച്ചിട്ട് അത് മാറ്റി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലതെന്നുള്ളതാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്. ആ ഒരു സ്റ്റിഗ്മ ഒക്കെ കുറേയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ പൊതുവെ നാട്ടിൽ, കേരളത്തിലൊക്കെ പ്രത്യേകിച്ചും, ഇപ്പോൾ വെസ്റ്റേൺ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവരതിനെയൊക്കെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ നാട്ടിൽ, ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ചും മാനസിക രോഗം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പോയി എന്ന് പറയുമ്പോഴേക്ക് അതെന്താ അസുഖം, അങ്ങനെയാണോ, ഒരു മാനസിക രോഗമാണോ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഇവർക്ക് മാനസിക രോഗമാണെന്നുള്ള രീതിയിൽ ഒരു ആട്രിബ്യൂട്ട് ചെയ്യും എന്നൊക്കെ കാണുന്നുണ്ട്. ആ ഒരു മെത്തഡോളജിയൊക്കെ നമ്മൾ മാറ്റണം. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുമ്പോഴാണ് നമുക്ക് ഒരു പ്യുവർ ലിറ്ററസി എന്ന് അപ്പോഴാണ് പറയുന്നത്. റൈറ്റ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഈ കാരണങ്ങൾ, ഇങ്ങനെയുള്ള സഡൻ ഡെത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ള കാരണങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞു ഈ കോവിഡിൻ്റെ ഒരു സ്വാധീനം. പലപ്പോഴും പറയാറുണ്ട് കോവിഡ് വാക്സിൻ
എടുത്തവർക്കാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ള രൂപത്തിലൊക്കെ ചില പ്രചരണങ്ങളൊക്കെ വാക്സിൻ വിരുദ്ധരായിട്ടുള്ള ആളുകളൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? കോവിഡ് വന്നുപോയവർ ഇങ്ങനെയുള്ള സഡൻ ഡെത്തിന് കാരണമാകുന്ന റേറ്റ് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 2019 മുതൽ തന്നെ ഈ പറഞ്ഞ പോലെ ഈ കോവിഡ് വാക്സിൻ കാരണമാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ തന്നെ കുറേ റിസർച്ചുകളും ഇതിൽ നടത്തിയിട്ടുണ്ട്. ഈ റിസർച്ചുകളിലൊന്നും കോവിഡ് വാക്സിൻ വെച്ചത് കാരണം മാത്രമായിട്ട് ഇയാൾക്ക് ഒരു കാർഡിയാക് അറസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം വന്നിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, കോവിഡ് വാക്സിൻ വെച്ച ചില ആളുകൾക്ക് മയോകാർഡൈറ്റിസിനുള്ള റിസ്ക് കൂടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് ചെറിയ രീതിയിൽ വാസ്കുലാർ ഇഷ്യൂസും പ്രശ്നങ്ങളും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഹെഡ് ടു ഹെഡ് നോക്കുകയാണ്. ഒരാൾക്ക് കോവിഡ് വന്നു, അല്ലെങ്കിൽ വേറൊരാൾക്ക് കോവിഡ് വാക്സിൻ വെച്ചു. കോവിഡ് വന്ന ഒരാൾക്കാണ് കോവിഡ് വാക്സിൻ വെച്ച ഒരാളേക്കാൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ. അപ്പോൾ നമ്മൾ വാക്സിൻ വെക്കണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വാക്സിൻ വെച്ച ഒരാൾക്ക് കോവിഡ് വരുന്നില്ല, അല്ലെങ്കിൽ കോവിഡ് വരാനുള്ള അളവ് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ ഇയാളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇയാൾക്ക് കോവിഡ് വാക്സിൻ വെച്ചത് കാരണം ഇയാൾക്ക് കോവിഡ് വന്നില്ല, വേറൊരാൾക്ക് കോവിഡ് വാക്സിൻ വെക്കാത്തത് കാരണം കോവിഡ് വന്നു. ഇവർ തമ്മിലുള്ള റിസ്ക് നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ആൾക്ക്, അതായത് കോവിഡ് അസുഖം വന്ന ആൾക്കാണ് ഈ പറഞ്ഞ പോലെ സഡൻ കാർഡിയാക് ഡെത്തും അതുപോലെ തന്നെ മയോകാർഡൈറ്റിസും കാർഡിയാക് അറസ്റ്റും ഒക്കെ വരാനുള്ള റിസ്ക് കൂടുന്നത്. അപ്പോൾ കോവിഡ് വാക്സിനേക്കാൾ കോവിഡ് എന്ന് പറയുന്ന അസുഖം കാരണമാണ് കൂടുതലായിട്ടും പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന കുറേ ആളുകൾക്ക് ചിലപ്പോൾ കോവിഡ് വന്നതിന് ശേഷം കോവിഡ് വാക്സിൻ വെച്ച ആളുകൾ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ പല രീതിയിലുണ്ടാവാം. അപ്പോൾ എനിക്കിപ്പോൾ കോവിഡ് വന്നതാണ്, കോവിഡ് വന്നതിന് ശേഷം ഞാൻ കോവിഡ് വാക്സിൻ വെച്ചത്. അപ്പോൾ എനിക്ക് ഓൾറെഡി കോവിഡ് വന്നതുകൊണ്ട് തന്നെ എൻ്റെ ഹാർട്ടിൻ്റെ വെസൽസിനും ബാക്കിയുള്ളതിലൊക്കെ എനിക്ക് അതറോമാറ്റിസ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. അതിൻ്റെ റിസ്ക് എനിക്ക് കൂടുതലുമാണ്. അപ്പോൾ വാക്സിൻ വെച്ചത് പ്രിവെൻറ്റ് ചെയ്ത ഒരാൾക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ റിസ്ക്കുകൾ കുറയാണ് ചെയ്യുന്നത്. അത് പൊതുവെ ഏതൊരു ഇതിനും ഇപ്പോൾ അതും പിന്നെ ഈ കോവിഡ് വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള മയോകാർഡൈറ്റിസും ചേഞ്ചസ് എന്ന് പറയുന്നത് ലക്ഷത്തിൽ ഒരാൾക്കേ വരുന്നുള്ളൂ. അത് ഏതൊരു വാക്സിനോടും സാധാരണ രീതിയിൽ ചെറിയ രീതിയിൽ വരാം, ഏതൊരു ഇൻഫെക്ഷനോടും വരാം. ഈ മയോകാർഡൈറ്റിസ് ഞാൻ പറഞ്ഞല്ലോ, സാധാരണ രീതിയിൽ കോവിഡ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ പോലെ തന്നെ ഇപ്പോൾ ഒരു ഡെങ്കി ഫീവർ വന്നാൽ, അല്ലെങ്കിൽ എലിപ്പനി വന്നാൽ, ഇതൊക്കെ ഹാർട്ടിനെ ബാധിക്കാം. ഏതൊരു അസുഖവും ബാധിക്കുന്ന പോലെ ഈ വാക്സിൻ വെച്ചാലും ബാധിക്കും. അപ്പോൾ ഏതൊരു മരുന്ന് കൊടുത്താലും, ഇപ്പോൾ ഓരോ മരുന്നിനും ഒരു എഫക്റ്റും സൈഡ് എഫക്റ്റും ഉണ്ട്. നമ്മളെപ്പോഴും എങ്ങനെയാണ് ആ മരുന്ന് കഴിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുക. എഫക്റ്റ് ആണോ സൈഡ് എഫക്റ്റിനേക്കാൾ കൂടുതലെങ്കിൽ നമ്മൾ ആ മരുന്ന് എടുക്കുക എന്നുള്ളതാണ്. വാക്സിനും അതുപോലെ തന്നെ എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ട്. പക്ഷെ എപ്പോഴും ഗുണമാണ് ദോഷത്തേക്കാൾ കൂടുതൽ. കാരണം നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ്. ഞാനിപ്പോൾ ഡോക്ടറാണ്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച ഒരാളാണ്. കോവിഡിൻ്റെ പ്രശ്നങ്ങളും കോവിഡിൻ്റെ വാക്സിൻ്റെ പ്രശ്നങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്ന് ഞാൻ കോവിഡ് വാക്സിൻ വെച്ചല്ലോ. അപ്പോൾ ഞാൻ വെക്കാൻ കാരണം എന്താ? ആ വാക്സിൻ വെക്കുന്നതാണ് ആ അസുഖം വരുന്നതിനേക്കാൾ സേഫ് എന്നുള്ളത് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ സാധാരണ എന്താണ് ഡോക്ടർമാർ പറയുന്നത്, എന്താണ് ഹെൽത്ത് സിസ്റ്റം പറയുന്നത് എന്നുള്ളതിനനുസരിച്ച് അത് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഒരു സൈഡിൽ മാത്രമായിട്ട് ഒരു സൈഡിലെ പിന്നെ ഇതിനെതിരെ പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് അതാണ് ശരിയെന്നുള്ള രീതിയിൽ തോന്നും. റൈറ്റ്. നമ്മുടെ ഹൃദയം ഇങ്ങനെ ഓരോ നിമിഷവും മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മിടിപ്പാണ് നമ്മളിങ്ങനെ ജീവിക്കാനുള്ള കാരണം. ഏതു നിമിഷവും ആ മിടിപ്പ് നിലച്ചേക്കാം, അതോടെ നമ്മുടെ ജീവനും നിലച്ചേക്കാം. ഈ ഒരു അവസ്ഥ പലരിലും കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലി അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ചുറ്റുവട്ടത്തും ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ഡോക്ടർ നമ്മളോട് സംസാരിച്ചത്. ഹെൽത്തി ഡോസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.